അങ്ങനെ ക്യാമ്പർ വാൻ ട്രിപ്പ് ഡേ 2 കണ്ടിന്യൂസ്. ജിയോതെർമൽ പാർക്ക് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടോപ്പൂലെ പ്രോൺ പാർക്കിലെത്തി. ടോപ്പൂലെ ഹുക്ക ഫോൾസിന് തൊട്ടടുത്തായിട്ടാണ് ഈ പറയുന്ന പ്രോൺ പാർക്ക്. ഇവിടെ കൊഞ്ചിനെ വളർത്തുന്ന സ്ഥലമാണ്. ന്യൂസിലൻഡിൽ തന്നെയുള്ള ഏക പ്രോൺ പാർക്കാണ് ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് സമയമുണ്ട് ഞങ്ങളുടെ ഫാം ടൂർ തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ പ്രോൺ പാർക്കിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കൊഞ്ചിൻ്റെ കുറേ നല്ല വിഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷ് കൊഞ്ച് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ കഴിച്ചത് പ്രോൺ സാലഡ് വിത്ത് തെരിയാക്കി സോസ് ആൻഡ് ദിലു കഴിച്ചത് റൈസ് ആൻഡ് പ്രോൺസ് കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഫാം ടൂറിനുള്ള ടൈമായി. ഞങ്ങൾ മൊത്തം ഫാമിലിക്ക് $65 ആയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അവർ ചൂണ്ട തരും, ചൂണ്ടയിലിടാനുള്ള ഇരയെ തരും, കുറച്ച് മീറ്റ്, ഫിഷ് മീറ്റാണ് തരുന്നത്. അപ്പോൾ അത് നമ്മൾ ചൂണ്ടയിൽ കൊരുക്കി ഈ കുളത്തിലേക്ക് ഇട്ട് നമുക്ക് കൊഞ്ചിനെ പിടിക്കാം. ഇതിൽ നിറച്ച് കൊഞ്ചുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് കൊഞ്ച്. കണ്ടോ, അത്യാവശ്യം വലിയ കൊഞ്ചാണ്. കൊഞ്ചെന്ന് പറഞ്ഞാൽ വലിയ ചെമ്മീനാണ് കൊഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇവനെയാണ് ഞങ്ങളെല്ലാവരും കൂടെ ക്യാച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചൂണ്ടയിട്ടിട്ട് മാർക്കൊക്കെ മാത്രമാണ് കൊഞ്ചിനെ കിട്ടിയത്. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ ചൂണ്ടയിലൊന്നും കൊഞ്ച് കുടുങ്ങിയില്ല. മാർത്തയ്ക്ക് മാത്രമേ കിട്ടിയേ. ഞാൻ മാർത്ത വിജയശ്രീ ലളിതയായി കൊഞ്ചിനെയൊക്കെ അവർ പാക്ക് ചെയ്ത് തന്നു, ഐസൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് തന്നു. അപ്പം ഇന്ന് രാത്രി ഞങ്ങൾ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ പോവാണ്. മാർത്ത സ്പെഷ്യലായിട്ട് കൊഞ്ച് ഫ്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കൊഞ്ചിനെയൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല, മാർത്തയ്ക്ക്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു. ഈ പ്രോൺസ് പാർക്ക് 1987 സ്ഥാപിതമായതാണ് കേട്ടോ. അതായത് എനിക്കൊക്കെ 2 വയസ്സുള്ളപ്പോൾ അത്രയും പഴയ സ്ഥാപനമാണ്. അപ്പോൾ അതേ കൊഞ്ചിനെ എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് ടിംബർലൈൻ റേസിംഗ് സൈബീരിയൻ ഹസ്കീസിനെ കാണാനാണ്. ഏകദേശം ½ an hour ഡ്രൈവ് ഉണ്ട് ഈ പ്രോൺസ് പാർക്കിൽ നിന്ന് സൈബീരിയൻ ഹസ്കീസിൻ്റെ സ്ഥലത്തേക്ക്. ഇതൊരു വീടാണ്. ഒരു വീട്ടിൽ 15ഓളം ഹസ്കീസിനെ അവർ വളർത്തുന്നുണ്ട്. ഇതാണ് ആ പറഞ്ഞ വീട്, ടിംബർലൈൻ റേസിംഗ് സൈബീരിയൻ ഹസ്കീസ്. അപ്പം സൺഡേ ആണ് പോയത്. അപ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ 2:30 മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഷോ. ഒരൊറ്റ ഷോയേ ഉള്ളൂ. മൺഡേ ടു ഫ്രൈഡേ 10 AM 2 PM ഉണ്ട് 2 ഷോസ്. ഇത് വിൻ്റർ ടൈമിങ്സ്. സമ്മറിലാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഇല്ല. മൺഡേ ടു ഫ്രൈഡേ 10 AM and 2 PM ഷോസ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഈ ഹസ്കീസിനെ കണ്ടു. അവർ ഞങ്ങളെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ റിയലി എക്സൈറ്റഡ്. ഞങ്ങൾ ഈ ബുക്ക് ചെയ്തവരൊക്കെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ പട്ടികൾക്ക് അറിയാം ഇവർ ഷോസിന് വന്നേക്കാണ് ഞങ്ങളെപ്പോൾ പുറത്തിറക്കുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, ഹോളിയിടലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു ഹസ്കീസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ശരിക്കും ഒരു വുൾഫിനോട്, ചെന്നായയോട് വളരെ സിമിലാരിറ്റി ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഈ ഹസ്കീസ്. അതുപോലെ അവർ പാക്കായിട്ടാണ് അവർക്ക് വളരാനൊക്കെ ഇഷ്ടം. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും ദേ ലിവ് ആസ് എ പാക്ക്. അപ്പം അങ്ങനെ ആ ക്വാഡ് ബൈക്ക് എൻ്റെ കൂടെ ആ ഹസ്കീസ് ഓടുകയാണ്. ഈ ക്വാഡ് ബൈക്കിനെ ഹസ്കീസ് പുള്ളി ചെയ്യുകയല്ല. ക്വാഡ് ബൈക്ക് ആ ഹസ്കീസ് ഓടുന്ന ഒരു സ്പീഡിൽ മോഡറേറ്റ് ചെയ്ത് പുള്ളി ഓടുകയാണ്. പക്ഷെ അതിൽ ഇവരെ കെട്ടിയിട്ടേക്കുവാണ്. കെട്ടി അവരിങ്ങനെ ഓടുകയാണ്. ആൻഡ് ദേ ലവ് ഇറ്റ് കേട്ടോ. ആ മുമ്പിൽ ഓടുന്ന ഹസ്കിയാണ്, ഹസ്കിയുടെ ഡോഗിൻ്റെ പേരാണ് ജെറോനിമോ. പുള്ളിയാണ് ഈ പാക്കിൻ്റെ ലീഡർ. അപ്പോൾ ദേ ലവ് ടു റൺ. അവർക്ക് ഇതിങ്ങനെ എല്ലാ ദിവസവും ഇതൊരിങ്ങനെ എക്സസൈസ് അവർക്ക് ചെയ്തില്ലെങ്കിലാണത്. കാരണം ഹസ്കീസ് അവർ ജനറ്റിക്കലി അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുക. അവർ സ്ലഡ്ജിങ്ങും അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് ഓടണം ഇങ്ങനെ ദിവസവും. അപ്പോൾ ഇതാണ് ജെറോനിമോ, ഈ പാക്കിൻ്റെ ലീഡർ. അത് അവരായിട്ട് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ഓണേഴ്സ് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ വളർത്തുന്ന പട്ടികളിൽ ഇങ്ങനെ ഒരു ലീഡർ ഫോമായി വരുന്നതെന്ന്. അപ്പോൾ ജെറോനിമോ ഈസ് വെരി സ്പെഷ്യൽ. അപ്പോൾ ഏകദേശം 15ഓളം ഹസ്കീസ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ലീഡറാണ് ഈ ജെറോനിമോ. അപ്പോൾ ഈ ക്വാഡ് ബൈക്കിൻ്റെ ഈ ഓട്ടം അത് ഏകദേശം 4 ലാപ്സ് ഓടിയിട്ടു അവർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവന്മാർ അടങ്ങി വന്ന്. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം പാറ്റൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഇഷ്ടം പോലെ ഹസ്കീസിനെ തടവാം, നമുക്ക് ഹസ്കീസിനെ ഫീൽ ചെയ്യാം. സൂപ്പർ സോഫ്റ്റാണ് കേട്ടോ ഇവരുടെ ഈ ഫെറ്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫെറ് വേറെ പട്ടികൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ഒരുപാട് പട്ടികളെ തൊട്ടിട്ടുള്ള ആളാണ്. പക്ഷെ ഇത്രയും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫെറുള്ള പട്ടി എൻ്റെ എക്സ്പീരിയൻസിൽ സൈബീരിയൻ ഹസ്കീസ് ആണ്. അപ്പോൾ ഇഫ് യു ആർ എ ഡോഗ് ലവർ, ഇഫ് യു ആർ എ പെറ്റ് ലവർ
ആൻഡ് ഇഫ് യു ഹാവൻറ്റ് മെറ്റ് സൈബീരിയൻ ഹസ്കീസ് യെറ്റ്, ദിസ് പ്ലേസ് ഇസ് ഫോർ യു. തീർച്ചയായിട്ടും വരണം. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം ഞങ്ങൾ എല്ലാവരും ഡോഗ് ലവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്ക് എസ്പെഷ്യലി അവർക്ക് ഒരുപാട് ഇഷ്ടമായി. ആൻഡ് ദേ ആർ സൂപ്പർ ഫ്രണ്ട്ലി. ഒരു രീതിയിലുള്ള ഡേഞ്ചർ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഡോഗ്സ്. ഈ ടിംബർലൈൻ റേസിംഗ് എന്ന് പറഞ്ഞ പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. അതായത് ഈ ഓണേഴ്സ് ഉണ്ടല്ലോ, ഈ ഹസ്കീസിനെ വളർത്തുന്നവർ, ഇവരുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കുണ്ടായിരുന്ന ഒരു ഹസ്കിയുടെ പേരാണ് ടിംബർ. ഭയങ്കര സ്പെഷ്യൽ ഡോഗായിരുന്നു, നല്ലൊരു ഹസ്കി ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഡോഗിനോടുള്ള സ്നേഹം കൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഈ ടിംബർലൈൻ റേസിംഗ് സൈബീരിയൻ ഹസ്കീസ് എന്ന് പറഞ്ഞ ഒരു പേരിട്ടത്. അപ്പോൾ അങ്ങനെ ആ കുറച്ച് കഥകളും അവർ എങ്ങനെയാണ് ഹസ്കീസിനെ വളർത്തുന്നത്. അവർ ഒരുപാട് റേസിങ്ങിനൊക്കെ പോകും, മത്സരങ്ങൾക്കൊക്കെ ഈ ഡോഗിനെയും കൊണ്ട് പോവാറുണ്ട്, ഡോഗ്സിനെയും കൊണ്ട് പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടം പോലെ പാറ്റൊക്കെ ചെയ്തു. ഇതാണ് ജെറോനിമോ. എസ്തറിൻ്റെ അടുത്ത് നിന്ന് ജെറോനിമോ മാറുന്നുണ്ടായിരുന്നില്ല. എസ്തറും ജെറോനിമോയും ഭയങ്കര ഫ്രണ്ട്സായി. ജെറോനിമോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊത്തം ഹസ്കീസിൻ്റെ ലീഡറാണ്. എസ്തർ നോസ് ഹൗ ടു ഡീൽ വിത്ത് ഡോഗ്സ്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹസ്കീസിനെയൊക്കെ തടവി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവർ കുടിക്കാൻ കോഫി, പിള്ളേർക്ക് ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ഒക്കെ തന്നു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. വൈകുന്നേരമായി ഇത് റേസിംഗൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരോട് നല്ലൊരു ഫാമിലി ആയിട്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പ്രായമായവരാണ്, അവരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ നല്ലൊരു ഫാമിലിയാണ്. അവരെ കാണുന്നതും അവർ ഡോഗിനെ വളർത്തുന്നതും ഒക്കെ കാണാൻ ഒരു നല്ല രസമാണ്. അപ്പോൾ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ടോപ്പൂനോട് ബൈ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത ക്യാമ്പിംഗ് സ്റ്റേഷനാണ് ടുറങ്കിയിലെത്തി. ടുറങ്കി ഈസ് ഫെർദർ ഡൗൺ. അപ്പോൾ അവിടെ എത്തി. ഇവിടെ ഞങ്ങൾ ക്യാമ്പിംഗ് വെക്കാൻ കാരണം ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേഷൻ ഇസ് ഫക്കപ്പാപ്പ. അപ്പോൾ ടോപ്പൂന്ന് ഫക്കപ്പാപ്പ വരെ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു മിഡ് പോയിൻ്റ് എടുത്താണ് ടുറങ്കി. അല്ലാതെ ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്ലാനൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഒരു മിഡ് സ്റ്റോപ്പ് എന്ന രീതിയിലാണ് ഇവിടെയാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്യണത്. അതേ മാർത്തയുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. മാർത്തയ്ക്ക് പിടിച്ച കൊഞ്ച് ഫ്രൈ ചെയ്തു. പിന്നെ ഡിന്നറിന് ചോറും ബീൻസ് മെഴുക്കുവരട്ടിയും ഫിഷ് കറിയും ആണ് ഉണ്ടാക്കിയേക്കണത്. ദേസ്തറും മാർത്ത എന്തൊക്കെയോ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതൊരു ടുറങ്കിയിലെ ഞങ്ങളുടെ ഈ ക്യാമ്പിംഗ് സ്റ്റേഷൻ ഒരു പവേർഡ് ക്യാമ്പ് സൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ക്യാമ്പർ വാൻ ചാർജ് ചെയ്യാം. ഞങ്ങൾ മുമ്പ് ചെയ്ത ക്യാമ്പ് സ്റ്റേഷൻ പവേർഡ് അല്ലായിരുന്നു. അപ്പോൾ പവേർഡ് ക്യാമ്പ് സൈറ്റ്സിന് കുറച്ചും കൂടെ സൗകര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ കിച്ചൺ ഉണ്ടാവും, മറ്റ് ബാത്റൂംസ്, ടോയ്ലറ്റ്സ്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ എല്ലാവരും കുളിച്ചു. അപ്പോൾ ഡ്രയർ കണ്ടു. അപ്പോൾ ഡ്രയറൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് ഉണക്കി. കാരണം നല്ല തണുപ്പുണ്ട്. അപ്പോൾ മുടിയൊക്കെ ഉണങ്ങി വരാൻ ഒരു ടൈമാവും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. എസ്തർമാർത്തേയും ബെഡിൽ കയറി കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ Day 2 ഇവിടെ തീരുവാണ്. നാളെ ടുറങ്കിയിൽ നിന്ന് ഫക്കപ്പാപ്പയിലേക്ക് പോവുകയാണ്.